വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. താരസംഘടനയായ AMMAയിൽ പ്രതിസന്ധി തുടരുന്നു. ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ച മല്ലിക സുകുമാരനും സംഘടന വിട്ടിരിക്കുകയാണ്. സ്നേഹപൂർവ്വം പടിയിറങ്ങുന്നുവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എന്നിവരുൾപ്പെടെയുള്ള 17 അംഗങ്ങളാണ് ഇന്നലെ രാജിവെച്ചത്. വിവരങ്ങളുമായി ബീന റാഡ് ചേരുന്നുണ്ട്. ബീന, ഈ താരസംഘടനയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പലവിധ കല്ലുകടികൾ പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒടുവിലത്തെ സംഭവം അത് അക്ഷരാർത്ഥത്തിൽ വീണ്ടും എല്ലാവരും ഒരുമിച്ച് രാജിവെച്ചിരിക്കുന്നു. പിന്നാലെ മല്ലിക സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്നേഹപൂർവ്വം പടിയിറങ്ങുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക്. എന്താണ് ഈ AMMAയിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിൽ? മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ കൂടി ബീന പങ്കുവയ്ക്കാം. അശ്വതി, കഴിഞ്ഞ ഓഗസ്റ്റിലാണ് താരസംഘടന അമ്മയ്ക്ക് പുതിയ ഭരണസമിതി നിലവിൽ വരുന്നത്. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി 17-അംഗ ഭരണസമിതി ചുമതലയേറ്റിട്ട് ഏതാണ്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ കൂട്ടത്തോടെ രാജിവെച്ച് ഭരണസമിതി പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും സംഘടനയ്ക്കുള്ളിലെ അച്ചടക്ക പ്രശ്നങ്ങളും ഒപ്പം തന്നെ ആഭ്യന്തര വിഷയങ്ങളും തന്നെയാണ്. കഴിഞ്ഞ ദിവസം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നമാണ് വലിയ പ്രതിഷേധത്തിലേക്കും വലിയ പൊട്ടിത്തെറികളിലേക്കും നീങ്ങിയത്. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സംഘടനാ ഭാരവാഹികൾക്ക് കഴിഞ്ഞില്ല. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് എല്ലാവരും രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ചേരിതിരിഞ്ഞ് ഇപ്പോൾ അംഗങ്ങൾ തന്നെ ഭരണസമിതിക്കെതിരെയും ഭരണസമിതിയെ അനുകൂലിച്ചും രംഗത്ത് വന്നിട്ടുള്ളത്. മലയാളത്തിലെ ഒരു പ്രമുഖ നടിയായ, അല്ലെങ്കിൽ ഒരു മുതിർന്ന നടിയായ മല്ലിക സുകുമാരൻ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇത് കരുതിക്കൂട്ടി ചെയ്ത, അതായത് ശ്വേതാ മേനോനെതിരെ കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണമായിരുന്നു. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഏതാണ്ട് 15 ദിവസം മുമ്പ് തന്നെ ഇതിനുള്ള കരുക്കൾ നീക്കിയിരുന്നു. മാലാ പാർവതിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ശ്വേതാ മേനോനോടൊപ്പമായിരിക്കും താനെന്നും ശരിക്കും വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാത്തതല്ല ശ്വേതാ മേനോൻ രാജിവെക്കാൻ കാരണം. ശ്വേതാ മേനോന്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി ബാബുരാജ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ശ്വേതാ മേനോൻ രാജിവെച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. എന്തായാലും ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക എന്നത് നേരത്തെ കരുതിക്കൂട്ടിയിരുന്നു എന്നത് ഒരു വാസ്തവം തന്നെയാണ്. ആദ്യ അജണ്ടയായി ഇന്നലെ അത് പ്രഖ്യാപിച്ചിരുന്നു. അതിനായി തയ്യാറെടുത്താണ് ചില അംഗങ്ങൾ വന്നതും എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ഒരു വർഷം തികയ്ക്കുന്നതിന് മുമ്പ് ഈ താരസംഘടന അമ്മയ്ക്ക് പുതിയ ഭരണസമിതിക്ക് പടിയിറങ്ങേണ്ടി വന്നത് പ്രതീക്ഷകളെ എല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമായി പോയി. കാരണം വനിതാ നേതൃത്വം നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയിൽ ചിലർക്ക് മേൽ ലൈംഗിക ആരോപണവും അഴിമതിയും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നതിനെ തുടർന്നാണ് വനിതാ നേതൃത്വം വരട്ടെ, അങ്ങനെയെങ്കിൽ അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് നീതി ലഭിക്കേണ്ടിടത്ത് നീതി ലഭിക്കും, സഹായം ലഭിക്കേണ്ടിടത്ത് സഹായം ലഭിക്കും തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വനിതാ നേതൃത്വം വരട്ടെ എന്ന് പുരുഷ അംഗങ്ങൾ അടക്കമുള്ളവർ തീരുമാനിച്ചതിനെ തുടർന്ന് ഇവരെ കൃത്യമായി ജയിപ്പിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആവുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഇതനുസരിച്ച് ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ തന്നെ വലിയ ഗ്രൂപ്പ് പോര് അവിടെ നടന്നിരുന്നു എന്നാണ്. അത് മനസ്സിലാക്കുന്നത് മാലാ പാർവതി, മല്ലിക സുകുമാരൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ മാലാ പാർവതി ചൂണ്ടിക്കാട്ടുന്നത് ശ്വേതാ മേനോൻ കൃത്യമായി ഒരു കാര്യങ്ങളിലും ഇടപെട്ടിരുന്നില്ല. അൻസിബ എന്ന നടി, അതായത് നേരത്തെ അമ്മ സംഘടനയിലെ ഭാരവാഹിയായിരുന്ന അൻസിബ എന്ന നടി ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അവരെ കേൾക്കാൻ പോലും ശ്വേതാ മേനോൻ തയ്യാറായില്ല എന്നാണ് മാലാ പാർവതി ഇപ്പോൾ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഈ രംഗത്ത്, ഈ സിനിമ മേഖലയിൽ ഈ അമ്മ ഭാരവാഹികൾ, നേരത്തെ ഭാരവാഹികളായിരുന്നവരും ഇപ്പോൾ അംഗങ്ങളുമായ ജഗദീഷ് അടക്കമുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞ്. അതായത് ഒരു വനിതാ നേതൃത്വത്തെ കുറ്റപ്പെടുത്താനാകില്ല, അവർക്ക് പരിചയക്കുറവുണ്ടാകും, പക്ഷേ ഇത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തത് വലിയ ഒരു പരാജയമായി പോയി. അത് അത്തരത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് ജഗദീഷ് വ്യക്തമാക്കിയത്. അതേസമയം ബാബുരാജ് വലിയ വിമർശനമാണ് ശ്വേതയ്ക്കെതിരെ ഉന്നയിച്ചത്. കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ട്രഷററായിരുന്ന ഉണ്ണി ശിവപാലും വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ അംഗത്വം രാജിവെച്ചിരുന്നു. ഭാരവാഹി സ്ഥാനം മാത്രമല്ല അംഗത്വവും രാജിവെച്ചിരുന്നു. അത് തന്നെയാണ് ബീന, വിവരങ്ങൾ വ്യക്തമാണ്. താരസംഘടനയുടെ നിറം മങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുറച്ചു നാളുകളായി നമുക്കറിയാം ഈ AMMAയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടക്കുകയാണ്. ലൈംഗിക ആരോപണം, വലിയ രീതിയിലുള്ള അഴിമതി, തമ്മിൽ തല്ല്, ഗ്രൂപ്പ് പോര്,
അങ്ങനെ ഒരു സംഘടന, സിനിമയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു സംഘടന അടപടലം വലിയ രീതിയിൽ പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ശ്വേതാ മേനോനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഒടുവിൽ മല്ലിക സുകുമാരനും സംഘടന വിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ബീന റാണി പങ്കുവെക്കുന്നത്.